ഈ മുറിവോ? ഈ മുറിവ് പിന്നെ കാലിന്റെ ഇവിടെ എനിക്ക് 3 കമ്പി എന്റെ നടുവിന് കിടക്കുന്നത്. ഫോട്ടോ ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. ഇത് ശരിക്കും എന്താ ഇവര് സംഭവിച്ച അന്നത്തെ ദിവസം എന്റെ മാൻ ഒന്നിനും ചെന്നിട്ടില്ല. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട MLA ചാണ്ടിയമ്മന്റെ ഓഫീസിന് മുന്നിലാണ്. ഇവിടെ മാങ്ങാനം ചെമ്മരപ്പള്ളിയിലൊരു കുടുംബം ഇവിടെ ഒരു പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. കാരണം പോലീസിലൊരു പരാതി കൊടുത്തിട്ട് ആരും അന്വേഷിക്കുന്നില്ല. സംഭവം നടന്നിട്ട് 10-15 ദിവസമായി ഒരു നടപടി എടുക്കുന്നില്ലെന്നും പറഞ്ഞാണ്. അപ്പോൾ അവരെ വീട് കയറി ആക്രമിച്ചു, വടിവാൾ കൊണ്ട് വെട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഇതിന്റെ കാര്യങ്ങളും ചോദിച്ചറിയാം. ഞാനും അവനോട് വീട്ടിൽ ഇന്ന് ചോറുണ്ട്. അനിയന്റെ മാമ വന്നപ്പോൾ ഞാനും കൂടെ കൂടി അവനെ പിടിച്ചകത്ത് കൊണ്ടുവന്ന് ഇരുത്തി. എന്നിട്ട് അവിടെ നിന്ന് കഥവിന് കുറ്റി ഇട്ടിട്ട് ഞാൻ ഇനി പോന്നു പറയുന്നു. ഇവനെ പിന്നെ ഇറങ്ങിയപ്പം പിന്നെ വക്കീലിന്റെ വീട്ടിൽ ചെന്ന് ജോസിനെ തെറി വിളിച്ചപ്പോൾ അന്നേരം ഞാൻ ഓടിച്ചെന്ന് ഇവനെ പിടിച്ച് കയറി പോടാൻ. മാനസികരോഗിയല്ലേ അവന്. ആ കൊച്ചൻ ലൈറ്റ് ഇട്ടിട്ട് അവരിറങ്ങി വന്നില്ല. തൊട്ട് മിറ്റവാ, അവരാരും വന്നില്ല. ഇന്ന് വരെ ആരോടും ഞങ്ങൾ ഒന്നിനും പോയിട്ടില്ല. പിള്ളേര് ഈ അയലത്തുകാരോട് ഞങ്ങളെ വെട്ടിയവരുടെ വീട്ടില് പട്ടി എന്നെ കടിച്ചായിരുന്നു. ആ ഒരു വൈരാഗ്യം എന്റെ മകനുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇച്ചിരി വെള്ളമായിരുന്നു. അവൻ അതൊക്കെ കൂടെ വന്നപ്പം പട്ടി വച്ചപ്പം സൂപ്പറേ എന്നും പറഞ്ഞ് പട്ടിയുടെ അടുത്ത് നിന്നു. അന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞ് അവനൊരു തെറി വിളിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് ഞാനും അച്ചാച്ചി കൂടെ കൂടി ഇവനെ പിടിച്ച് പരിക്കകത്ത് കയറ്റി ഇങ്ങ് പോന്നു. അത് കഴിഞ്ഞ് നേരം വെളുത്ത് പാല് മേടിക്കാൻ പോയപ്പം ബിജു എന്ന് പറഞ്ഞവൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബിജു അവന് വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ചോദിക്കാം. അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ബിജു അവനോട് അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പ് നേരം കൂട്ടുകാരൊന്നും അല്ല, ഒരു മിറ്റം പോലെ തൊട്ടയൽവാസികൾ. എന്നിട്ട് പിന്നെ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ഇവന് സോഡിയം കുറഞ്ഞു പോകുന്ന അസുഖമുണ്ട്. ഇവന് ഇച്ചിരി വെള്ളം അടിക്കുന്നവനാണ്. ഇവന് സോഡിയം കുറഞ്ഞു പോകുന്നവനായിരുന്നു. അവന് നാരങ്ങ വെള്ളം മേടിച്ചോണ്ട് വന്ന് ഞാൻ പിഴിഞ്ഞു കുടിച്ചു. അപ്പോൾ കൊച്ചുമോളെ എന്ന് വിളിച്ചു. അന്നേരം ഞാൻ മിണ്ടിയില്ല. എനിക്ക് മേലാത്തതാ. ഞാൻ പിന്നെയും ആരാന്ന് ചോദിച്ചു. ഞങ്ങൾ അങ്ങോട്ട് കയറി വരണോ അതോ നീ ഇങ്ങോട്ട് ഇറങ്ങി? ഞാൻ പറഞ്ഞ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, അവിടെ നിന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോഴത്തെ സണ്ണി വേറെ 3-4 പേര് കൂടെ കൂടി നമ്മുടെ പെരയുടെ പുറകെ കൂടെ അപ്പുറത്തൂടെ വഴിയെ കൂടെ വന്ന് ഇപ്പുറത്തെ വീടിന്റെ വാതൊക്കെ നിന്നുകൊണ്ട് നീ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ ഇറങ്ങി വാടാ, നിന്നെ കാണിച്ചു തരാം മറ്റേതാന്നും പറഞ്ഞു ഇവനങ്ങ് തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഇറങ്ങിച്ചെന്നു. അപ്പം അവനന്നേരം ചെറിയ കെട്ടേ ഉള്ളൂ. അവൻ ഇറങ്ങിച്ചെന്ന്. ഞാൻ പറഞ്ഞു നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നീ ഇങ്ങോട്ട് കയറി. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു മരുന്നെയും പേടിയില്ല. ഞാൻ നിന്നെപ്പോലെ തന്നെ ഞാനിവിടെ 37 വർഷമായിട്ട് ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇന്ന് വരെ നിങ്ങളുമായിട്ട് ഞാൻ ഒന്നിനും വന്നിട്ടില്ല. അതുപോലെ ജീവിച്ച. പിന്നെ ഇപ്പോഴാണ് ഒരു തെറി കാരണം നിങ്ങൾ ഈ വയറ് അതും കഴിഞ്ഞ് ഇങ്ങനെ. അപ്പോൾ ഇവൻ ഇച്ചിരി വെള്ളം നമ്മുടെ വീട്ടിൽ കിടന്നേ പറയത്തുള്ളൂ, അവൻ എൻ്റെ വീട്ടിലോട്ട് പോകത്തില്ല. ആ സംഭവം അങ്ങ് കഴിഞ്ഞ് കേസും കൊടുത്തു. പിന്നെ ഞങ്ങൾ പോയി, ഞാനും അവനും തീർന്നു. പിന്നെ ഈ കൊച്ചിന് ഈ വെള്ളം മാനസികരോഗി കിടന്ന് തെറി വിളിക്കുന്നു. ഞങ്ങളിപ്പോൾ എന്നാ ചെയ്യാനാ? അവന്റെ അമ്മ അവിടെ ഇല്ല, അപ്പനിച്ച് വെള്ളം അടിക്കുന്നത്. അവനെ നോക്കാൻ അപ്പന്റെ ഏട്ടന്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ അവനെയൊക്കെ വളർത്തുന്നത്. അപ്പൊ ഞാൻ അതിനെ പിടിക്കാതിരിക്കാൻ ഒക്കുവോ? നമ്മൾ പിടിച്ചു മാറ്റി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അവന്റെ വീടിന്റെ കവിന് കുറ്റി ഇട്ടിട്ട് താഴെ വീട്ടിൽ വന്ന് ഞാനും അവന്റെ മകനോട് ചോറുണ്ണ ഞാൻ ചോറെടുത്തില്ല. അപ്പോഴത്തേക്ക് പിന്നെയും അവൻ ചാടിച്ചെന്നാ ഈ ജോസിന്റെ വീട്ടിൽ കിടന്ന് തെരുവ്. അവിടെ ഞാൻ ഓടിച്ചെന്ന് അവിടെ കയറി പോടാ, നിനക്ക് എന്നാ കാര്യമൊന്നും ചോദിച്ചാൽ അവനെ വഴക്ക് പറഞ്ഞു. ഒരു 10 മിനിറ്റ് ആയില്ല. അപ്പോഴത്തേക്ക് ഇവന് സണ്ണിയും ബിജുവും സണ്ണിയുടെ മകനും അവിടെ ഇങ്ങോട്ട് വന്നിട്ട് അവനെ വന്നിട്ട് ഇവന് അടി അങ്ങ് വരുവാടാന്ന് എൻ്റെ മകൻ പറഞ്ഞു. കയറി ചെല്ലുമ്പോഴത്തേക്ക് മറ്റവനെ അടിക്കുന്ന കമ്പിവടിയും വടിവാളിന്റെ കയ്യോ അതിന്റെ ഉറയില്ലേ അതുവരെ ഞങ്ങളുടെ കൈ കിട്ടി. ഞങ്ങളുടെ മിറ്റത്ത് കരോട്ടം കുടുംബത്തിൽ ഞങ്ങളുടെ വാതക്കല്ല വിട്ടു. എടാ അവളെ അടിച്ചോടെ, കമ്പിവടിക്ക് അടിയട, അവിടെ തലക്കിട്ട് അടിയടാന്നും പറഞ്ഞ് സണ്ണി പറയും. ബിജു അടിക്കുകയും വെട്ടുവേട്. ആഹാ നീ എന്നെ തല്ലു വന്നോടാന്ന് ചോദിച്ചു. നീക്ക് എന്നാടതായ നീ കാണിക്കുന്നെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അപ്പോഴത്തേക്ക് ബാബു കയറി വന്നപ്പോഴത്തേക്ക് ബാബുവിനിട്ടും കൊടുത്തു. ബാബുവിന്റെ കൈയുടെ മെഡിക്കൽ കോളേജിൽ അപ്പൻ ഇവിടെ ഉണ്ട്. അപ്പന്റെ ബ്ലാസ്റ്റ് ഇട്ടേക്കോ കൈ മൊത്തം. പുതുപ്പള്ളിയിൽ നിന്ന് ലോട്ടറിയൊക്കെ കച്ചവടം ചെയ്യുന്നതാ ബാബു എന്ന് പറയാം. അറിയാം പുള്ളി അന്നേരത്തേക്ക് അങ്ങ് വീണതുമല്ല, പുള്ളിക്ക് കൈ കുത്തി എഴുന്നേക്കാൻ വയ്യാതെ വന്നപ്പോ ഒന്നുകൂടെ വരെ ഇവിടെ കൊടുത്തത് വെട്ടി. അന്നേരം പുള്ളി ഇച്ചിരി വെള്ളമുള്ള വൈകിട്ട് ഇച്ചിരി വെള്ളം അടിക്കും. പുള്ളി എന്നാ ചെയ്യണ്ടെന്നറിയാൻ പറ്റും. അപ്പോഴായി എന്നെ പിന്നെയും അവന്മാര് എന്നാടെ എല്ലാത്തിനെയും നീയൊക്കെ കൊല്ലാനായിട്ട് ഒരുങ്ങി വന്നോടാ. അവര് കരുതി കൂട്ടിയാ വന്നത്. കമ്പിവടിയും വടിവാളും ആയിട്ടാ വന്നത്. 3 പേരുടെയും കയ്യിലുണ്ട്. മൂത്തവനാ വടിവാളും കൊണ്ട് വീശിയത്. സണ്ണി എന്ന് പറഞ്ഞാൽ ചെറുകോട്ടന്റെ അച്ഛന്റെ ചേട്ടന്റെ മക്കളാ.
ഈ നേരത്തെ മെമ്പറായിരുന്ന ബൈജു ചെറുകോട്ടോടെ എവിടെ ഇവരുടെ വീട്ടിൽ എന്നെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും കേസ് കൊടുക്കാനായിട്ട് ഇവൻ അങ്ങ് ഇറങ്ങിയേക്കോ. എല്ലായിടത്തും സെക്ഷൻ എടുത്തേക്കുന്നത് സാധാരണ ഒരു കേസായിട്ടാണ്. വധശ്രമം എന്ന് പറയുന്നത് അല്ല, ഇതിപ്പോ ഈസ്റ്റിലല്ലേ കേസ് കൊടുത്തത്. വധശ്രമം എന്ന് പറയുന്ന സംഭവമേ അതിലില്ല. 118 320 മാത്രം എടുത്തിട്ടുള്ളൂ. അല്ലാതെ അവിടെ ജീവിക്കണ്ടേ. ഇപ്പൊ MLA-യോട് കാര്യമെല്ലാം പറഞ്ഞു. MLA വന്ന് കണ്ട് കാര്യം പറഞ്ഞു, ശ്രീജിത്താനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അനിയന്റെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അല്ല, ഇവര് പോലീസ് മൊഴി എടുക്കാൻ വീട്ടിൽ വന്നില്ല. അച്ഛനെയും അമ്മേനെയും അല്ല, ഇത്ര സംഭവം ഉണ്ടായിട്ടും വന്നില്ല. വന്ന് അവര് തിരക്കിട്ട് പോയതല്ലാണ്ട് മൊഴി എടുക്കാൻ വന്നിട്ടില്ല. അവര് സ്റ്റേഷനിൽ ചെന്നിട്ടാണ് മൊഴി കൊടുത്തത്. ഓട്ടോയെ വയ്യാത്തവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മൊഴി എടുത്തു. ഇവര് സാധാരണ കേസായിട്ട് ഞങ്ങൾക്കും സെക്ഷൻസ് അറിയാം. ഇത് എന്റെ അച്ഛനും അമ്മയും പ്രായം ചെന്നവരാ. ഇവരെ വീട്ടിൽ കയറി തന്നെ എന്റെ തെളിവ് സഹിതം എന്റെ ഫോണിലുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ചോരയെ കുളിച്ചിട്ടാണ് കിടന്നത്. എനിക്ക് ഇതിന് തീരുമാനം, ഇത് പോലീസുകാർ എന്തുകൊണ്ടാണ് ഇത്, എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞപ്പോ പോലീസുകാർ പറഞ്ഞു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെ കൊടുത്താലും ഞങ്ങളുടെ അടുത്ത് ആ പേപ്പർ വരുത്തുള്ളൂ. പക്ഷെ ഇവൻ ചെറിയ കേസുകളിൽ പ്രതിയാണ്. അന്നും പറഞ്ഞോണ്ട് എന്റെ അപ്പനെയും അമ്മയുടെയും പരാതി ഇവർ സ്വീകരിക്കാതെ, ഇവർ ഇതിന് തീരുമാനം എടുക്കാതെ എന്നാണ് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ അതിന് ഏതറ്റം വരെയും പോകും. വിളിച്ചപ്പം എന്നാ പറഞ്ഞു? പുള്ളിയൊന്നും പറഞ്ഞില്ല. ഉച്ച വരെ മുറി എടുക്കാൻ വന്നില്ലെന്നുണ്ടെങ്കിൽ ബാക്കി എന്താണെന്ന് നോക്കാന്ന്. കാലേലെ മുറിവായത് കിട്ടിയതാ. ആ കാല ഓപ്പറേഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ കാലിന്റെ പേട്ടയൊക്കെ പോയേക്കുന്നത്. പിന്നെ നോക്കിയാ ഞങ്ങൾ നോക്കിയോളാം. ഇപ്പൊ നിങ്ങൾ ഇനി ആശുപത്രിയിലോട്ടാണ് പോകുന്നത്? ഞാനിപ്പോ ആശുപത്രി വന്ന് കൊണ്ടുവന്ന തുണി ഞാൻ കഴിയൊന്ന് ഇടണം. ഒന്ന് ദേവം ഒന്ന് കഴി എനിക്ക് പോകണം. ഏത് വാർഡില്ല? പിന്നെ ഓർത്തോ എന്ന് പറയുന്നത് എന്റെ വാർഡില് 1-ാം വാർഡിൽ പുറത്തായിട്ട് 2-ലോട്ട് ഇന്നലെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് കിടത്തിയ ബിനോയി മാറ്റി. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോവാണോ? എനിക്ക് ചികിത്സയുടെ കാർഡ് ഒന്ന് പുതുക്കണം, ഇതുവരെയും പുതുക്കിയിട്ടില്ല. മറ്റേ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല, അത് അവിടെ ചെന്നാലേ കൊടുക്കും. ഇവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത്. ഇത് മാങ്ങാനത്ത് പേഴുവേലിൽ പരുത്തിപ്പറമ്പിൽ വീടാണ്. പരാതി നൽകാൻ എത്തിയവരുടെ വീട് ഇതിന് തൊട്ട് പുറകുവശത്താണ്. ഈ വീടിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവം നടന്ന് 10-15 ദിവസമായിട്ടും പോലീസ് അധികാരികൾ അന്വേഷിക്കാനോ ഇവരുടെ മൊഴി രേഖപ്പെടുത്താനോ വന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് MLA-യുടെക്ക് പരാതിക്ക് വന്നത്. ഞാൻ വീട്ടിൽ എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുമായിരുന്നു. ഞങ്ങളുടെ വീട് മൊത്തം അടിച്ച് തകർത്തിട്ടിട്ടുണ്ട്. വടിവാളിന്റെ ഓരോറ പോലീസുകാർ വന്നെടുത്തോണ്ട് പോയി. പോലീസുകാർ ഉൾപ്പെടെയാണ് ഇതിന്റെ അകത്തുനിന്ന് കൊണ്ടുപോയത്. ഞാനിവിടെ 1 വർഷമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു. അമ്മ 9-10 ആയപ്പം വിളിച്ചിട്ട് കിടക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ പ്രശ്നം വന്നത്. ഞാൻ ഇവിടെ വരുമ്പോൾ അനിപ്പാപ്പി ഇവിടെ ഇല്ല, അകത്ത് ഉറങ്ങിക്കിടക്കുക. ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല. പുള്ളിയുടെ മകനെയാണ് അടിച്ചത്. അതിന് പിടിക്കാൻ ചെന്നപ്പോഴാണ് ഈ സംഭവം. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഈ സംഭവം ചെയ്യുന്നത്. ഇത് പലതവണ ഞങ്ങൾ ഒരു പ്രശ്നവും ഇല്ല, ഇവരുമായിട്ട് ഒരു ഇതുമില്ല. എന്റെ അമ്മേനെ പട്ടി അടിച്ച് അന്ന് പോലും ഞാൻ കേസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും എന്റെ അനിയൻ പറഞ്ഞത് വേണ്ട, വിട്ട്. അവർക്കൊരു 5-6 പട്ടിയുണ്ട്. 5-6 പട്ടിയുണ്ട്. ഞാൻ കാണിച്ചു തരാം അവരുടെ വീടും കാര്യങ്ങളും. അതിന് മുന്നേ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിന്റെ അടുത്ത ഉള്ള ഒരു ബിബിൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ആ കൊച്ചൻ ഈ വഴി ഒരു തൊണ്ടുവരി ഇതിലെ ഇങ്ങോട്ട് കയറി വരുന്നപ്പം അവനെ ഇവന്മാർ അവിടെ നിന്ന് കഞ്ചാവ് അടിക്കുകയും വെള്ളം അടിക്കുകയും, സ്ഥിരം ഒരു വീടാ, അത് ഒഴിഞ്ഞു കിടക്കുന്ന വീടാ. ആ വീട്ടിൽ നിന്ന് അവനെ മുഖം മൂടി അതിന്റെ അകത്തിട്ട് അടിച്ചിട്ട് പഞ്ചായത്ത് ലൈറ്റ് ഉൾപ്പെടെ, പഞ്ചായത്തിന്റെ ഈ മിറർ ഉണ്ടല്ലോ അത് ഉൾപ്പെടെ നശിപ്പിച്ചിട്ട് അവനെ ജയിലിലാക്കി. ഈ ബൈജു ചെറുകോട്ട എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇവനാണ് ഈ ഗുണ്ടായുസത്തിന് മെയിൻ കാര്യം. ഈ ബിജുവിന്റെ മകൻ ഫ്രെഡി ആൻഡ്രൂസ് എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ നോക്കിയാൽ കാണാം അവിടെ ഫ്ലെക്സ് ബോർഡ് ഇവന്റെ അപ്പം തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഫ്ലെക്സിന് വെച്ചേക്കുന്ന ഈ ചെറുക്കൻ ഈ ബോക്സിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ളതാ. ഇവനെയും കൊണ്ടാണ് ഇടിപ്പിച്ചത്. എന്റെ അനിയനും ഈ അടിപിടി കേസ് കാര്യങ്ങളുണ്ട്. ഇന്നലെ ചെന്നു ഞാൻ SP കൊടുത്തു, കളക്ടർക്ക് കൊടുത്തു, മുഖ്യമന്ത്രിക്ക്, എല്ലാത്തിനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ കയറി എന്റെ അപ്പൻ ഉറങ്ങി കിടന്ന് എന്റെ അപ്പനെ വലിച്ചടിച്ചിട്ടാണ് കൈ വെട്ടിയതും കഴുത്തിനിട്ട് വെട്ടിയതും കൈ ഒടിച്ചതും. അത് ഞാൻ എവിടം വരെ പോകും. ഞാൻ സ്റ്റേഷനിൽ ചെന്ന് ഇന്നലെ സംസാരിച്ചപ്പം അനൂപ് എന്ന് പറയുന്ന PROയുടെ കൂടെ ഇരുന്ന അനൂപ് എന്ന് പറയുന്ന പോലീസുകാരൻ ഈ ബിജുവിന്റെ MRP ബിജുവിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന വ്യക്തി, ആ വ്യക്തി SP കൊടുത്തപ്പോ നിങ്ങൾ എന്തിനു SP പരാതി കൊടുത്തു, ഇത് ഒരു പരാതിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണടച്ച് കാണിച്ചുകൊണ്ടുള്ള സംസാരം. ഞാനൊരു ജനപ്രതിനിധിയാണ്, എനിക്ക് അവകാശമുണ്ട് ചോദിക്കാനും പറയാനും. എന്റെ വീട്ടിൽ കാണിച്ചിട്ടാണ്. നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് കയറില്ല. ഈ സണ്ണി എന്ന് പറയുന്നവൻ മാങ്ങാനത്ത് കിടക്കുന്നവനാ. എന്റെ വീടിന്റെ മുറ്റത്തൂടെ കയറി മേളത്തെ വീട്ടിൽ വരേണ്ട കാര്യം അവനില്ല. ആരോട് ചോദിച്ചിട്ട് അവൻ എന്റെ വീട്ടിൽ കയറി? എന്തിനു കയറി?
എന്റെ തന്ത തല അവൻ ആരാ? ഞങ്ങളുമായിട്ട് അവന് യാതൊരു പ്രശ്നമില്ല. പിന്നെ ഇവൻ എന്ത് ഗുണ്ടായുസം കാണിക്കാം, ഇനി നടക്കത്തില്ല. ഈ ഈസ്റ്റ് ചെന്ന് സിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ തരും. അവന്മാരെ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തേക്ക് വന്ന് ഇത്രയും ദിവസമായിട്ട് പ്രതികളെ പിടിച്ചിട്ടില്ല. ഇത്രയും അറ്റംപ്റ്റ് ഉണ്ടായിട്ട് പ്രതികളെ വടിവാള് കമ്പിവടി ഇതുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ എവിടെ വരെ പോണം? ഞങ്ങൾ എന്നാ ചെയ്യണം? കഴിഞ്ഞ 10-ാം തീയതി കഴിഞ്ഞ 10-ാം തീയതി രാത്രി 10:30 നടന്ന സംഭവമാണ്. എനിക്ക് ഇതിന് നീതി കിട്ടിയേ പറ്റും. ഈ പോലീസുകാർ ഈസ്റ്റ് ചെല്ലുമ്പോൾ പോലീസുകാർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനും മറ്റൊരു രീതിയിൽ പോകുന്നു ഇതിന്. പക്ഷെ ശ്രീജിത്ത് എന്ന് പറയുന്ന സാറ് മാന്യമായ രീതി തന്നെയാണ് സംസാരിച്ചത്. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരാം, 2 ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാക്കി തരാം. ഞാൻ MLA ഓഫീസിൽ പോയി അവിടെ നിന്നാണ് ഞാൻ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് അവിടെ നിന്നാണ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. വാസവനെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇവർ അതിനുള്ളിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് രാത്രിയിൽ എന്റെ വീടിന്റെ അവിടെ കാറ് ഓണാക്കി വെച്ചുകൊണ്ട് പാതിരായിക്കോ കാറിന്റെ ലൈറ്റ് ഓണാക്കി വെച്ചുകൊണ്ട് അനാവശ്യം പറയുമായിരുന്നു ഈ സണ്ണിയും ബിജു. ഇപ്പം ഈ പോലീസുകാർക്ക് ഇവർക്ക് കിട്ടാത്തതൊന്നും അല്ലല്ലോ, ഇവരെ പിടിക്കാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. ഇതിന്റെ പുറകെ നടക്കുന്ന ബൈജു ചെറുകോട്ടെ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും. ബൈജു ചെറുകോട്ടയിലാറ് ഈ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, ഇപ്പൊ അവൻ മെമ്പർ അല്ല, അവന്റെ പെണ്ണുമ്പളയാണ് മെമ്പർ. ഈ ഒരു വീട്ടില് എന്റെ അച്ഛൻ ലോട്ടറി കച്ചവടം ചെയ്ത ഞങ്ങളുടെ വീട് അടിച്ചു പൊട്ടിച്ചിട്ടേക്കും. അതൊന്ന് കാണണം. എന്തേലും ഒരു തെറ്റിന് അവിടെ ചെന്നിട്ടാണെങ്കിൽ വേണ്ടില്ല. ഈ കുഞ്ഞിന് മാനസികമായിട്ട് ഇച്ചിരി പ്രയാസമുള്ള അവന്റെ വീട്ടിൽ കടന്ന് പ്രശ്നം പറയുന്നതിന് ഇവരെന്തിനാണ് ഞങ്ങളുടെ ഇവിടെ കയറി അടിക്കേണ്ട കാര്യം? അവന്റെ വീട്ടിൽ ചെല്ലുവോ അല്ലെ അവരുടെ പറമ്പിൽ നിന്ന് സംസാരിക്കുകയോ ചെയ്തെങ്കിൽ കോട്ടെ എന്ന് പറയാം. അതൊന്നുമില്ല. ഇതിപ്പോ 2ാമത്തെ ഇതാണ്. ഇനി ഞങ്ങൾ ഇതിന് മുന്നോട്ട് പോകും. വലിച്ചു കീറി എന്നെ വല്ലാതെ വലിച്ചിട്ടിട്ടാ എന്നെ വെട്ടിയത്. എനിക്ക് ഒന്നാമത് എനിക്ക് മേലാത്തതാ. എന്റെ കാലിനിട്ട് കമ്പി വടിക്ക് അടിച്ചിട്ട് എനിക്ക് 3-4 ദിവസത്തേക്ക് മൂത്രം ഒഴിക്കാൻ പോലും എനിക്ക് പോയി ഇരിക്കാൻ മേലായിരുന്നു. ആ വിധത്തിൽ അവന്മാര് തല്ലിയത്. അതുപോലെ തന്നെ എന്റെ തലക്കിട്ടടിച്ച് എന്റെ തല ഇപ്പൊ എനിക്ക് തലയുടെ നരമ്പിന് വേദന, എനിക്ക് ഏതോ ഒരു ലക്കുകേട് പോലെ എനിക്കിപ്പം വരുന്നത്. മാനസികമായിട്ട് എന്റെ തലയ്ക്ക് നല്ലൊരു വിഷമം വരുന്നുണ്ട്. ഞാൻ കാലത്തെ ഇച്ചിരി എണ്ണ വെച്ച് കുളിച്ച് പിന്നെ എന്നെ ഒരു ഓർമ്മയില്ലായ്മ പോലെ വരും എന്റെ തലക്കിട്ട് കിട്ടിയിട്ട്. ഞാൻ എന്നാ ചെയ്തട്ടാ അവന്മാരെന്റെ അടിയടാ അവിടെ തലക്കിട്ട് അടിയടാന്നും പറഞ്ഞ് സണ്ണി പറയുകയും ബിജു അടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് മകൻ കമ്പിവടിക്ക് കാലിനടിച്ചത്. അത് കഴിഞ്ഞ് സണ്ണി എന്നെ വാളുകൊണ്ട് വെട്ടിയത്. വെറുതെ വിടാനൊക്കത്തില്ല. എന്റെ കെട്ടുവനാണെങ്കിൽ ഒരു മനുഷ്യനോട് ഒന്നിനും പോയിട്ടില്ല. ഇച്ചിരി വെള്ളം അടിക്കുമെന്ന് അവര് കൊടുത്തിരുന്ന പരാതിയിൽ ഇന്നലെ ബിപിൻ എന്ന് പറയുന്ന വ്യക്തിനെ അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ പരാതി കൊടുക്കും, ഇന്റിമേഷൻ ഓൾറെഡി പോയി. ഇതുവരെ 10-ാം തീയതി രാത്രി 10:30 നടന്നു. എന്തുകൊണ്ട് ഈ പോലീസുകാര് ഇതുകൊണ്ട് എടുക്കാത്തത്? എന്റെ ആങ്ങളെ പ്രതിയാണ്, ആയിക്കോട്ടെ കുഴപ്പമില്ല. അപ്പനും അമ്മ എന്ത് ഭരിച്ചു? എനിക്കതാണ് അറിയേണ്ടത്. എന്റെ അപ്പനും അമ്മ എന്ത് ചെയ്തു? എന്റെ അപ്പനെ ഉറങ്ങി കിടന്ന അപ്പനെ ഇത്ര ഉപദ്രവിക്കേണ്ട കാര്യം? കൈ ആണ്ട മന്ദിരം കവലയിൽ ലോട്ടറി കച്ചവടം ചെയ്തിട്ട് അന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്. എനിക്കിതിന് നീതി കിട്ടണം. ഈ ബിജു എന്ന് പറയുന്നത് വളർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ ഒരു മകളെയും പല കാര്യങ്ങളും ഇവിടെ നടത്തും. ഞങ്ങൾ ആരും ഒന്നും പുറത്ത് പറയാത്ത. ഞങ്ങൾക്ക് ഇത് ടീച്ചറാണ് ഈ ജാൻസി ബിജു എന്ന് പറയുന്ന വ്യക്തി. ഒരു സ്കൂളിലെ ടീച്ചറാണ്. ഒരിക്കലും ടീച്ചർമാർ ഇതിന് കൂട്ടു നിൽക്കത്തില്ല. പക്ഷെ അവള് ചെയ്യുന്ന കൊള്ളത്തരം മൊത്തം ഇതാണ്. ഞങ്ങൾക്ക് ഇതിനെ എന്തെങ്കിലും കിട്ടിയേ പറ്റത്തുള്ളൂ. എന്റെ വീട്ടിൽ കയറി എന്റെ അപ്പനെ അമ്മ ഉപദ്രവിച്ചിട്ടുണ്ടോ? എനിക്ക് അതിന് നീതി കിട്ടണം. എന്തെങ്കിലും നിങ്ങളുടെ ആങ്ങളെ പ്രതിയല്ലേ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ആങ്ങളെ പ്രതിയാണെങ്കിൽ അപ്പനും അമ്മയും പ്രതികളുടെ അപ്പനും അമ്മയും തല്ലണ്ടേ? അവരെ തല്ലിക്കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇത് ഞങ്ങൾ 2 ദിവസം കൂടെ നോക്കൂ. തീരുമാനം ആയില്ലെന്നുണ്ടെങ്കിൽ സമരത്തിന്റെ മുന്നിൽ തന്നെ ഞാൻ പോകും. അത് എവിടെ നീതി കിട്ടുന്നിടം വരെ ഞാൻ പോകും. ഞാൻ മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ തീരുമാനം എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. പോലീസുകാർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? ഞങ്ങൾക്ക് പണമില്ല. അതാണ് ഞങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെളിവ്. പക്ഷെ എവിടം വരെ പോകണം, എന്ത് ചെയ്യുന്നാലും ഞാൻ അതിന്റെ പുറകെ പോയിരിക്കും. എന്റെ അപ്പനും അമ്മയ്ക്കും നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. അത് ഏത് പോലീസുകാരെ ഇതിന് എന്നാ ചെയ്താലും ഞാൻ പറയുക. പക്ഷെ മാന്യമായ രീതി തന്നെയാണ് ശ്രീജിത്ത് എന്ന് പറയുന്ന സാറ് എന്നോട് സംസാരിച്ച് ഇതിന് തീരുമാനമാക്കി തരാം. അവന്മാര് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണ്. മുൻകൂർ ജാമ്യത്തിന് വെച്ചിട്ടുണ്ട്. ശരി, ആ മുൻകൂർ ജാമ്യം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എന്റെ അപ്പൻ ചത്തുപോയിരുന്നെങ്കിൽ ഇവര് കേസ് എടുക്കത്തില്ലേ? ഇല്ലേ? അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഞാൻ കളക്ടർക്കും കൊടുത്തിട്ടുണ്ട്. ഇന്നലെ SP ഓഫീസിലെ പരാതിക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ നേരത്തെ പരാതി ഉള്ളത് കൊണ്ട്